വെൽക്കം ടു ടുഡേയ്സ് ക്ലാസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെക്റ്റർ കാൽക്കുലസ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് ഡീൽ ചെയ്യാൻ പോകുന്നത് വെക്റ്റേഴ്സിൻ്റെ ഓപ്പറേഷൻസ് ആണ്, പ്ലസ് വെക്റ്റർ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ, ഡെൽ ഓപ്പറേറ്റർ എന്താണ്, അതേപോലെ സം തിയറംസ് റിലേറ്റഡ് വിത്ത് ഇൻ്റഗ്രൽ കാൽക്കുലസ് ഓഫ് വെക്റ്റേഴ്സ്. വെക്റ്റേഴ്സിൻ്റെ ഇൻ്റഗ്രൽ കാൽക്കുലസിലെ കുറച്ച് തിയറംസ്, ദാറ്റ് ഈസ് ഗോസസ് ഡൈവേർജൻസ് തിയറം, സ്റ്റോക്സ് തിയറം, അങ്ങനത്തെ കുറച്ച് തിയറംസും കൂടെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ മെയിനായിട്ട് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ വെക്റ്റർ ഓപ്പറേഷൻസ് കാര്യങ്ങളായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് നേരിട്ട് കിടക്കാം. നമുക്കറിയാം, നമുക്ക് രണ്ട് തരത്തിലുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എനി ക്വാണ്ടിറ്റി ദാറ്റ് ക്യാൻ ബി മെഷേർഡ്, അല്ലേ? അതിൽ തന്നെ രണ്ട് തരത്തിലുള്ള ക്വാണ്ടിറ്റികളുണ്ട്. ദേ ആർ സ്കേലാർസ് ആൻഡ് വെക്റ്റേഴ്സ്. നമുക്കറിയാം, ഫോർ എക്സാമ്പിൾ മാസ്, ഡിസ്റ്റൻസ്. മാസ് ഡിസ്റ്റൻസിൻ്റെയൊക്കെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് എന്ത് മാത്രം മതി, എത്രയാണ് മാഗ്നിറ്റ്യൂഡ് എന്നുള്ളത് മാത്രം അറിഞ്ഞാൽ മതി, അതിൻ്റെ വാല്യൂ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. പക്ഷേ ചില ക്വാണ്ടിറ്റികളുണ്ട്, ഫോർ എക്സാമ്പിൾ ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ പ്രത്യേകത എന്താ? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ നമ്മൾ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഏത് ഷോർട്ടസ്റ്റ് റൂട്ടിൽ ചൂസ് ചെയ്യണം, അപ്പോൾ ഏത് ഡയറക്ഷനിലുള്ള ഷോർട്ടസ്റ്റ് റൂട്ട് ചൂസ് ചെയ്യണം എന്നുള്ള കാര്യം അവിടെ വന്നു. അതായത് ഡയറക്ഷൻ അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. മാത്രമല്ല എത്ര ദൂരം സഞ്ചരിക്കണം എന്നുണ്ട്, ഈ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിൽ തന്നെ എത്ര ദൂരം സഞ്ചരിക്കണം എന്നുള്ളതും കൂടെ അവിടെ വന്നു. അപ്പം മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കൂടെ വേണം. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വാണ്ടിറ്റികളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ സ്കേലാർ ക്വാണ്ടിറ്റിയിൽ എന്ത് മാത്രം മതി, മാഗ്നിറ്റ്യൂഡ് മാത്രം മതിയെങ്കിൽ വെക്റ്റർ ക്വാണ്ടിറ്റിയിലെ ഒരു ക്വാണ്ടിറ്റിയെ എക്സ്പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഹാവ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആസ് വെൽ ആസ് ഡയറക്ഷൻ. ഓക്കെ, നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് ഡീൽ ചെയ്യുന്നത് വെക്റ്ററുകളെ കുറിച്ച് മാത്രമാണ്. ഓക്കെ, സോ ഫസ്റ്റ് വെക്റ്റർ ഓപ്പറേഷൻസ്. വെക്റ്റർ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ സ്കാലാർസ് ചെയ്യുന്ന പോലെ തന്നെ അഡീഷൻ ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. സബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് അഡീഷൻ്റെ കാറ്റഗറിയിൽ വരുന്ന ഒരു ഓപ്പറേഷൻ ആയതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പറയുന്നില്ല, അഡീഷൻ്റെ കൂടെ തന്നെ നമ്മളത് പറഞ്ഞു പോകും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, മൾട്ടിപ്ലിക്കേഷൻ്റെ കാര്യത്തിൽ വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ സിംഗിൾ മൾട്ടിപ്ലിക്കേഷൻ അല്ല, 3 ടൈപ്സ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ പോസിബിൾ ആണ്. നമുക്കത് വഴിയേ പറയാം. ഓക്കെ, സോ ഫസ്റ്റ് വെക്റ്റർ ഓപ്പറേഷൻ ഈസ് വെക്റ്റർ അഡീഷൻ. എങ്ങനെയാണ് രണ്ട് വെക്റ്ററുകളെ ആഡ് ചെയ്യുക? അതിൻ്റെ റൂളുണ്ട്. അതിൻ്റെ റൂൾ ഇത്രയേ ഉള്ളൂ. അതായത് ഇതാണ് എൻ്റെ ഫസ്റ്റ് വെക്റ്റർ എന്ന് വിചാരിക്കാം. ഫസ്റ്റ് വെക്റ്റർ ദാറ്റ് ഈസ് വെക്റ്റർ എ. രണ്ട് വെക്റ്ററുകളെ ആഡ് ചെയ്യുന്ന സമയത്ത് എൻ്റെ സെക്കൻഡ് വെക്റ്ററിൻ്റെ ടെയിൽ ഷുഡ് സ്റ്റാർട്ട് ഫ്രം ദ ഹെഡ് ഓഫ് ദ ഫസ്റ്റ് വെക്റ്റർ. ഈ ആരോ മാർക്കാണ് ഹെഡ്, ഇത് ടെയിൽ. അപ്പം ഈ ഒരു വെക്റ്ററിൻ്റെ ഹെഡിൽ നിന്ന് എന്ത് ചെയ്യണം, സെക്കൻഡ് വെക്റ്ററിൻ്റെ ടെയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം, അതിനെ വരയ്ക്കാം. എന്താ ഇതുപോലെ. അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ രണ്ട് വെക്റ്ററുകൾ വന്നല്ലോ, വെക്റ്റർ എ ആൻഡ് വെക്റ്റർ ബി. നോക്കുക, വെക്റ്റർ ബിൻ്റെ ടെയിൽ വെക്റ്റർ എൻ്റെ ഹെഡിലാണ്. അതായത് സെക്കൻഡ് വെക്റ്ററിൻ്റെ ടെയിൽ ഫസ്റ്റ് വെക്റ്ററിൻ്റെ ഹെഡിലാണെങ്കിൽ ഇതിൻ്റെ സം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി എ വെക്റ്റർ സ്റ്റാർട്ടിങ് ഫ്രം ദ ടെയിൽ ഓഫ് ഫസ്റ്റ് വെക്റ്റർ ടു ദ ഹെഡ് ഓഫ് സെക്കൻഡ് വെക്റ്റർ. ഓക്കെ, അപ്പോൾ ആ റൂളാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പ്ലേസ് ദ ടെയിൽ ഓഫ് ബി, ദാറ്റ് ഈസ് സെക്കൻഡ് വെക്റ്റർ, അറ്റ് ദ ഹെഡ് ഓഫ് വെക്റ്റർ എ. ദ സം എ പ്ലസ് ബി, വെക്റ്റർ എ പ്ലസ് ബി ഈസ് ദ വെക്റ്റർ ഫ്രം ദ ടെയിൽ ഓഫ് എ ടു ഹെഡ് ഓഫ് ബി. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇതാണ് അതിൻ്റെ സം. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇതാ ഇവിടെ ഫസ്റ്റ് വെക്റ്റർ ആയിട്ടുള്ളത് ഏതാണ്? വെക്റ്റർ ബി ആണ് ഫസ്റ്റ് വെക്റ്റർ. സെക്കൻഡ് വെക്റ്റർ ഏതാണ്? എ ആണ്. അപ്പോൾ എന്ത് ചെയ്യണം, സെക്കൻഡ് വെക്റ്ററിൻ്റെ ടെയില് ഫസ്റ്റ് വെക്റ്റർ ആയിട്ടുള്ള ബിൻ്റെ ഹെഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇനി ഇതിൻ്റെ റിസൾട്ടൻ്റ് എങ്ങനെയായിരിക്കും? ഫസ്റ്റ് വെക്റ്റർ ആയിട്ടുള്ള ബിൻ്റെ ടെയിലിൽ നിന്ന് സെക്കൻഡ് വെക്റ്റർ ആയിട്ടുള്ള എൻ്റെ ഹെഡിലേക്ക്. സോ ഇറ്റ് സം വിൽ ബി വെക്റ്റർ ബി പ്ലസ് എ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് വെക്റ്റർ അഡീഷൻ. ഇനി വെക്റ്റർ അഡീഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രോപ്പർട്ടികളാണ്. വെക്റ്റർ അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്. അതായത് നമ്മൾ രണ്ട് വെക്റ്ററുകളെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ട് തന്നെയായിരിക്കും ഈ രണ്ട് വെക്റ്ററുകളെ റിവേഴ്സ് ചെയ്തിട്ട് കിട്ടുന്നത്. അതായത് ഇപ്പോൾ വെക്റ്റർ എ പ്ലസ് ബി ഈക്വൽ ടു വെക്റ്റർ ബി പ്ലസ് എ തന്നെയായിരിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് കമ്മ്യൂട്ടേറ്റീവ് റിലേഷൻ. രണ്ടാമത്തത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയാണ്. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി പറയുമ്പോൾ മിനിമം 3 വെക്റ്ററെങ്കിലും വേണം. സോ എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി. അതായത് ബ്രാക്കറ്റ് നോക്കുക, ആദ്യം നമ്മൾ ഈ രണ്ട് വെക്റ്ററുകളെ ആഡ് ചെയ്തിട്ട് മൂന്നാമത്തെ വെക്റ്ററുമായിട്ട് ആഡ് ചെയ്യുന്ന റിസൾട്ടും ഫസ്റ്റ് വെക്റ്ററിനെ സെക്കൻഡ് ആൻഡ് തേർഡ് വെക്റ്ററിനെ ആഡ് ചെയ്ത് കിട്ടുന്ന റിസൾട്ടിനോട് ആഡ് ചെയ്ത് കഴിഞ്ഞാലും കിട്ടുന്നത് എന്താ തന്നെയായിരിക്കും? സെയിം വാല്യൂ ആയിരിക്കും. ദാറ്റ് ഈസ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. സോ വെക്റ്റർ സാറ്റിസ്ഫൈ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ആസ് വെൽ ആസ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു സബ്സ്ട്രാക്ഷൻ ഒരു സെപ്പറേറ്റ് ഓപ്പറേഷൻ അല്ല, അഡീഷൻ്റെ കൂടെ തന്നെ വരുന്നതാണ്.
എങ്ങനെ രണ്ട് വെക്ടറുകളെ സബ്സ്ട്രാക്ട് ചെയ്യാം നോക്കുക. ഇതിപ്പോൾ എൻ്റെ വെക്ടർ എ ആണ്. ഇതിൻ്റെ മൈനസ് വെക്ടർ എന്തായിരിക്കും? മൈനസ് വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും, പക്ഷേ ഡയറക്ഷൻ ഓപ്പോസിറ്റ്. സോ ദിസ് ഈസ് വെക്ടർ എ ആൻഡ് ദിസ് ഇസ് മൈനസ് എ. ക്ലിയർ ആണല്ലോ? അപ്പം രണ്ട് വെക്ടറുകൾ എങ്ങനെയാണ് സബ്സ്ട്രാക്ട് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എ മൈനസ് വെക്ടർ ബി എന്ന് പറയുന്നത് എന്താണ്? വെക്ടർ എ പ്ലസ് മൈനസ് ഓഫ് വെക്ടർ ബി. അതായത് നമ്മൾ നേരെ എന്ത് ചെയ്യില്ല, മൈനസ് ചെയ്യല്ല, പകരം സെക്കൻഡ് വെക്ടറിൻ്റെ ഓപ്പോസിറ്റ് വെക്ടർ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ രണ്ട് വെക്ടറുകളെ സബ്സ്ട്രാക്ട് ചെയ്യുന്നത്. സോ ദീസ് ആർ ദ വെക്ടർ അഡീഷൻ ആൻഡ് വെക്ടർ അഡീഷൻ പ്രോപ്പർട്ടി. അപ്പോൾ ഈ ഒരു റൂൾ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് വെക്ടേഴ്സ്. മൾട്ടിപ്ലിക്കേഷൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞു. നമുക്ക് വെക്ടറുകളുടെ കേസിലാണെങ്കിൽ 3 തരത്തിലുള്ള മൾട്ടിപ്ലിക്കേഷൻസ് ഉണ്ട്. സോ ഫസ്റ്റ് ടൈപ്പ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് മൾട്ടിപ്ലിക്കേഷൻ വിത്ത് എ സ്കേലാർ. ഒരു വെക്ടറിനെ ഒരു സ്കേലാർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നോക്കുക. ഇതാണ് ഇപ്പോൾ എൻ്റെ ഒരു വെക്ടർ എ. ഈ ഒരു വെക്ടറിനെ ഞാനൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റി, ഒരു പോസിറ്റീവ് സ്കേലാർ ക്വാണ്ടിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ വെക്ടർ ഈ ഒരു രീതിയിലാവും അല്ലേ? എന്താ മാറ്റം ഉണ്ടായത്? ഡയറക്ഷൻ ഒരു തരത്തിലുള്ള ചേഞ്ച് ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിട്ടുണ്ട്? ഏതാണോ നമ്മൾ സ്കേലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അത്രയും ടൈംസ് ദ ഇനീഷ്യൽ വെക്ടറായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം മാഗ്നിറ്റ്യൂഡ് എന്ത് ചെയ്തു? അത്രയും ടൈംസ് ആയിട്ട് മാറി, പക്ഷേ ഡയറക്ഷൻ എന്ത് ചെയ്തിട്ടില്ല? മാറിയിട്ടില്ല. ഇതെന്തുകൊണ്ടാണ്? നമ്മൾ പോസിറ്റീവ് സ്കേലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടാണ്. ഇതൊരു നെഗറ്റീവ് സ്കേലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? ഇതിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആവും, അതേപോലെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? മാഗ്നിറ്റ്യൂഡ് അത്രയും ടൈംസ് മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. അപ്പോൾ അവിടെ നെഗറ്റീവ് സൈൻ കാണിക്കുന്ന ആക്ച്വലി എന്താണ്? അതിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയി എന്നുള്ളതാണ്. മാഗ്നിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവും, പക്ഷേ നെഗറ്റീവ് സൈൻ എന്തായിരിക്കും കാണിക്കുക? ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരുന്നായിരിക്കും കാണിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പം മൾട്ടിപ്ലിക്കേഷൻ വിത്ത് എ സ്കേലാറിൽ നോക്കാം. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ വെക്ടർ വിത്ത് എ പോസിറ്റീവ് സ്കേലാർ മൾട്ടിപ്ലൈസ് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ലീവ്സ് ദ ഡയറക്ഷൻ അൺചേഞ്ച്ഡ്. നമ്മളിപ്പം ഡിസ്കസ് ചെയ്ത കാര്യം. ഇനി അതല്ല, ഇഫ് ദ സ്കേലാർ ഈസ് നെഗറ്റീവ് ദ ഡയറക്ഷൻ വിൽ ബി റിവേഴ്സ്ഡ്. നമ്മൾ ഈ മൾട്ടിപ്ലൈ ചെയ്യുന്ന എ എന്ന് പറയുന്ന ആൾ നെഗറ്റീവ് ആണെങ്കിൽ ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും. അതിന് കാരണം നമ്മുടെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയി, പക്ഷേ മാഗ്നിറ്റ്യൂഡിൽ എന്തില്ല? മാഗ്നിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുള്ളൂ, എ ടൈംസ് ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവും. ക്ലിയർ? ഇനി അതിൻ്റെ ഒരു പ്രോപ്പർട്ടിയും കൂടെ നോക്കാം. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയാണ്. അതായത് എ സ്കേലാർ എ ഇൻറ്റു വെക്ടർ എ പ്ലസ് ബി എന്തായിരിക്കും റിസൾട്ട്? ഈ സ്കേലാറിനെ കൊണ്ട് ഓരോ വെക്ടറിനെ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യണം. സോ എ ഇൻറ്റു വെക്ടർ എ പ്ലസ് എ ഇൻറ്റു വെക്ടർ ബി. ദിസ് ഈസ് ദ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി അല്ലേ? ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി അല്ലേ? അതെ. നെക്സ്റ്റ് ഡോട്ട് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സ്കേലാർ പ്രൊഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ്. സെക്കൻഡ് കൈൻഡ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് വെക്ടർ ആണ് എന്ത്? ഡോട്ട് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സ്കേലാർ പ്രൊഡക്റ്റ്. എന്തുകൊണ്ട് സ്കേലാർ പ്രൊഡക്റ്റ് എന്ന് വിളിക്കുന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ജനറൽ ആയിട്ട് ഡോട്ട് പ്രൊഡക്റ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ ഡോട്ട് ബി, വെക്ടർ എ ഡോട്ട് ബി ഈക്വൽ ടു മോഡുലസ് ഓഫ് വെക്ടർ എ ഇൻറ്റു മോഡുലസ് ഓഫ് വെക്ടർ ബി ഇൻറ്റു കോസ് തീറ്റ. ഇതാണ് അതിൻ്റെ ബേസിക് ഡെഫിനിഷൻ. ഇനി ഇവിടെ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ്. അപ്പോൾ നമ്മൾ നോക്കുക, ഈ ഒരു വെക്ടർ എയും വെക്ടർ ബിയും ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യേണ്ടതെങ്കിൽ ഈ രണ്ട് വെക്ടറും തമ്മിലുള്ള ആംഗിൾ ആണ് ആര്? കോസ് തീറ്റ അല്ല, തീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കോസ് വാല്യൂ കൂടെ ചെയ്യുക. പിന്നെ മോഡുലസ് ഓഫ് എ ആൻഡ് മോഡുലസ് ഓഫ് ബി എന്ന് പറയുന്നത് വെക്ടർ എയുടെയും വെക്ടർ ബിൻ്റെയും മാഗ്നിറ്റ്യൂഡാണ്. അത് നമുക്ക് എങ്ങനെയാണ് കാണുക എന്നുള്ളത് കോമ്പണൻറ്റ് ഫോം എന്ന് പറയുന്നൊരു ഫോം നമ്മൾ പറയും. അത് പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ കാണുക എന്നുള്ളത് നമുക്ക് പറയാം. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു ജിയോമെട്രിക്കൽ മീനിങ് ഉണ്ട്. ഇത് ബേസിക് ഡെഫിനിഷൻ. ഇതിൻ്റെ ജിയോമെട്രിക്കൽ മീനിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ ഡോട്ട് ബി ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് എ ടൈംസ്. നോക്കാം, ജനറലി എ ഡോട്ട് ബി ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് എ ടൈംസ് ദ പ്രൊജക്ഷൻ ഓഫ് ബി ഓൺ എ. ഓക്കെ, എന്താ അതിൻ്റെ മീനിങ് നോക്കാം. ഇവിടെ എക്സ്പാൻഷൻ നോക്കിയാൽ മതി. ഇത് എ എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പം ഞാൻ അതിനെ മാഗ്നിറ്റ്യൂഡ് മാത്രമായിട്ട് എടുത്തു. അപ്പം എ ടൈംസ് എന്ന് പറഞ്ഞാൽ അല്ലെ, പ്രൊഡക്റ്റ് ഓഫ് എ ടൈംസ് പ്രൊജക്ഷൻ ഓഫ് ബി അലോങ് എ. ഈ ബി കോസ് തീറ്റ എന്താ? ഈ വെക്ടർ ബീനെ ഞാൻ ഈ വെക്ടർ എൻ്റെ ഡയറക്ഷനിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ വെക്ടർ എൻ്റെ ഡയറക്ഷനിലേക്ക് കൊണ്ടുവന്നാൽ ഇതിൻ്റെ ബീൻ്റെ കോമ്പണൻ്റ് ഏതായിരിക്കും? നമുക്ക് ഈ വെക്ടറിനെ റിസോൾവ് ചെയ്തുകൂടെ രണ്ടായിട്ട്? ഏതാ? ബി കോസ് തീറ്റ ആൻഡ് ബി സൈൻ തീറ്റ അല്ലേ? അപ്പം ഇതിൽ ഏത് കോമ്പണൻ്റ് ആയിരിക്കും ഈ എക്ക് അലോങ് ആയിട്ട് വരിക? ബി കോസ് തീറ്റ ആയിരിക്കും. അപ്പം
ഉദ്ദേശിച്ചത് ഇത്ര മാത്രമേ ഉള്ളൂ, ഈ ബീൻ്റെ ഏത് വാല്യൂ ആണ് ഈ എൻ്റെ ഡയറക്ഷനിലുള്ളത് അതാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ആ ബി വെക്ടറിനെ എ വെക്ടറിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതാണ് അതിൻ്റെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ബി പ്രൊജക്ഷൻ ഓഫ് വെക്ടർ ബി ഓൺ അല്ലെങ്കിൽ അലോങ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ബി കോസ് തീറ്റയാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ജിയോമെട്രിക്കലായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത് എ ഡോട്ട് ബി ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് എ ടൈംസ് ദ പ്രൊജക്ഷൻ ഓഫ് ബി അലോങ് എ എന്ന് പറയുന്നത്. വെക്ടർ ബീനെ വെക്ടർ എൻ്റെ ഡയറക്ഷനിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ കറക്കി കൊണ്ടുവരാറില്ല, അതിൻ്റെ ഏത് കോമ്പണൻ്റ് ആണെന്ന് നോക്കിയാൽ മതി. ആ കോമ്പണൻ്റ് ബി കോസ് തീറ്റയാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസുകൾ ഓർക്കണം. ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ആണ്. ദാറ്റ് ഈസ് എ ഡോട്ട് ബി ചെയ്ത് കഴിഞ്ഞാലും ബി ഡോട്ട് എ ചെയ്ത് കഴിഞ്ഞാലും എന്ത് സെയിം റിസൾട്ടുകളാണ്. ഒരു കാര്യം ഞാൻ ഇവിടെ പറയാൻ പറഞ്ഞു, ഡോട്ട് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സ്കേലാർ പ്രൊഡക്റ്റ് എന്നാണ് വിളിക്കുന്നത് അല്ലേ. എന്തുകൊണ്ടാണ് സ്കേലാർ പ്രൊഡക്റ്റ് എന്ന് വിളിക്കുന്നത്? എന്ത് നോക്കിയേ, ഈ ഇക്വേഷൻ നോക്കിയേ, മോഡുലസ് ഓഫ് വെക്ടർ എ ഇൻറ്റു മോഡുലസ് ഓഫ് വെക്ടർ ബി ഇൻറ്റു കോസ് തീറ്റ. കോസ് തീറ്റേൻ്റെ വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സ്കേലാർ വാല്യൂ കിട്ടുക. ഇപ്പോൾ കോസ് 30 ആണെങ്കിൽ √3/2 കിട്ടും, കോസ് 60 ആണെങ്കിൽ 1/2 കിട്ടും. അപ്പോൾ അതെന്താ സ്കേലാർ വാല്യൂ. മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡുകൾ നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഡയറക്ഷൻ്റെ ഒരു ഡിപ്പെൻഡൻസിയും വരുന്നില്ല ഫൈനൽ റിസൾട്ടിൽ. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും, ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആയിരിക്കും. ദാറ്റ്സ് വൈ ഡോട്ട് പ്രൊഡക്റ്റ് ഈസ് ആൾസോ നോൺ ആസ് സ്കേലാർ പ്രൊഡക്റ്റ്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഇവിടെ വാലിഡ് ആയിട്ട് വരുന്നത്. ദാറ്റ് ഈസ് എ ഡോട്ട് ബി ഈക്വൽ ടു ബി ഡോട്ട് എ. നമ്മൾ എങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുള്ളൂ, സ്കേലാറേ കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അതെന്തായിരിക്കും, കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കും. രണ്ടാമത്തെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയാണ്. ദാറ്റ് ഈസ് എ ഡോട്ട് ഇൻറ്റു ബി പ്ലസ് സി, വെക്ടർ ബി പ്ലസ് സി ഈക്വൽ ടു വെക്ടർ എ ഡോട്ട് വെക്ടർ ബി പ്ലസ് വെക്ടർ എ ഡോട്ട് വെക്ടർ സി. സിംപ്ലി ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. ഇനി അടുത്തത് രണ്ട് ഇമ്പോർട്ടൻറ്റ് കേസുകൾ നമ്മൾ മുന്നേ പഠിച്ചു തന്നെയാണ്. പാരലൽ ആയി കഴിഞ്ഞാലും, രണ്ട് വെക്ടറുകൾ പാരലൽ ആയി കഴിഞ്ഞാലും രണ്ട് വെക്ടറുകൾ പെർപെൻഡിക്കുലർ ആയി കഴിഞ്ഞാലും നോക്കാം. രണ്ട് വെക്ടറുകൾ പാരലൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ വെക്ടറിനെ ഞാൻ എടുത്തുകൂടെ എനിക്ക്. അപ്പോൾ വെക്ടർ എ ഡോട്ട് വെക്ടർ എ ഈക്വൽ ടു എന്ത് വരും, എ ഡോട്ട് എ വരുമ്പോൾ ആംഗിൾ 0 ആ, കോസ് 0 1, പിന്നെ മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് എ, മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ക്വയർ, ദാറ്റ് ഈസ് എ സ്ക്വയർ. ഇത് എ എന്ന് പറയുന്നതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. വെക്ടർ ആകുമ്പോൾ ഞാൻ അതിന് മേലെ ആരോ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇഫ് ടു വെക്ടേഴ്സ് ആർ പാരലൽ എ ഡോട്ട് എ ഈക്വൽ ടു എ സ്ക്വയർ. ഇനി രണ്ട് വെക്ടറുകൾ പെർപെൻഡിക്കുലർ ആണെങ്കിലോ, പെർപെൻഡിക്കുലർ ആണെങ്കിൽ കോസ് 90 വരും അല്ലേ. ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി എന്ത് വരും, 90 വരും. സോ കോസ് 90 0. സോ എ ഡോട്ട് ബി ഈക്വൽ ടു 0 ഇഫ് ദ വെക്ടേഴ്സ് ആർ പെർപെൻഡിക്കുലർ. അപ്പം സെക്കൻഡ് കൈൻഡ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞു. ഇനി തേർഡ് കൈൻഡ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ, ദാറ്റ് ഈസ് ക്രോസ് പ്രൊഡക്റ്റ്. ക്രോസ് പ്രൊഡക്റ്റ് ഈസ് ആൾസോ നോൺ ആസ് വെക്ടർ പ്രൊഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബേസിക് ഡെഫിനിഷൻ പറയുന്നതിന് മുന്നേ നേരത്തെ നമ്മൾ അതേ പറഞ്ഞ പോലെ തന്നെയാണ്. വെക്ടർ എയും വെക്ടർ ബിയും രണ്ട് വെക്ടറുകളാണെങ്കിൽ ഇത് നമ്മളുടെ ആംഗിൾ തീറ്റ. ഈ തീറ്റ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, രണ്ട് വെക്ടറുകൾ നമ്മളുടെ ആംഗിൾ എപ്പോഴും എടുക്കുമ്പോൾ നമ്മൾ മിനിമം ആംഗിൾ എടുക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് എയും ബിയും നമ്മളുടെ ആംഗിൾ വേണമെങ്കിൽ എനിക്ക് ഇങ്ങനെ എടുക്കാം. പക്ഷേ നമ്മൾ എപ്പോഴും എന്താ എടുക്കുകയുള്ളൂ, ഇവ തമ്മിലുള്ള ഈ രണ്ട് വെക്ടറുകൾ തമ്മിലുള്ള ഏറ്റവും ചെറിയ ഏറ്റവും മിനിമം ആയിട്ടുള്ള ആംഗിൾ ഏതാണോ അതാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, കാരണം അങ്ങനെ കൺസിഡർ ചെയ്താലേ നമുക്ക് അതിൻ്റെ ഡയറക്ഷൻ പ്രോപ്പർട്ടി നമുക്ക് ക്ലിയർ ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷൻ, ബേസിക് ഡെഫിനിഷൻ ഓഫ് ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എ ക്രോസ് ബി ഈക്വൽ ടു മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ബി ഇൻറ്റു സൈൻ തീറ്റ പോരാ ഇൻറ്റു എൻ ക്യാപ്പ്. അപ്പോൾ നോക്കുക, ഡോട്ട് പ്രൊഡക്റ്റ് സ്കേലാർ ആയതുകൊണ്ട് ഇവിടെ എൻ ക്യാപ്പിൻ്റെ ആവശ്യമില്ലായിരുന്നു. പക്ഷേ ഇവിടെ എന്താണ്, ക്രോസ് പ്രൊഡക്റ്റ് ആണ്. ക്രോസ് പ്രൊഡക്റ്റിൻ്റെ ബേസിക് ഡെഫിനിഷനിൽ മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ബി ഇൻറ്റു സൈൻ തീറ്റ ഇൻറ്റു എൻ ക്യാപ്പ്. അതിനർത്ഥം എന്താ, നമുക്ക് ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്, ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് വെക്റ്റർ പ്രൊഡക്റ്റ് ഓഫ് ടു വെക്ടർ. അപ്പോൾ ക്രോസ് പ്രൊഡക്റ്റിനെ എന്തുകൊണ്ട് വെക്റ്റർ പ്രൊഡക്റ്റിന് വിളിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് വെക്ടറുകൾ തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ക്രോസ് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്, അനദർ വെക്ടർ ആണ്. ഓക്കെ, ഇനി ഇവിടെ എൻ ക്യാപ്പ് എന്ന് പറയുന്നത് എന്താണ്, എൻ ക്യാപ്പ് ഈസ് ദ യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഫോംഡ് ബൈ എ ആൻഡ് ബി. അതായത് ഈ വെക്ടർ എയും വെക്ടർ ബിയും ഫോം ചെയ്യുന്ന പ്ലെയിനിൻ്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടറാണ് ആര്, എൻ ക്യാപ്പ്. അപ്പം നമുക്ക് കിട്ടുന്ന റിസൾട്ടൻറ്റ് വെക്ടറിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും, ഈ രണ്ട് വെക്ടർ ഉണ്ടാക്കുന്ന പ്ലെയിനിൻ്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ആയിരിക്കും. ശരിയല്ലേ? പക്ഷേ ഇവിടെ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ എന്ന് പറയുമ്പം അടുത്തൊരു പ്രശ്നം വന്നു. രണ്ട് പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ഉണ്ടാവാം അല്ലേ. ഒരു പ്ലെയിൻ ആവുന്ന സമയത്ത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇതൊരു പേപ്പർ ആണെങ്കിൽ ഈ പേപ്പറിൽ നിന്ന് മുകളിലേക്ക് ഒരു ഡയറക്ഷൻ ഉണ്ടാവാം, പേപ്പറിൽ നിന്ന് താഴത്തേക്ക് ഒരു ഡയറക്ഷൻ ഉണ്ടാവാം. രണ്ടും എന്ത് തന്നെയാണ്,
നോർമൽ ഡയറക്ഷൻ തന്നെയല്ലേ. അപ്പം ഏത് നോർമൽ ഡയറക്ഷൻ, അപ്പ് ഡയറക്ഷൻ ആണോ അല്ലെങ്കിൽ ഡൗൺ ഡയറക്ഷൻ ആണോ, ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് സിമ്പിളായിട്ടൊരു റൂൾ ഉണ്ട്. ദാറ്റ് ഈസ് റൈറ്റ് ഹാൻഡ് റൂൾ. റൈറ്റ് ഹാൻഡ് റൂൾ ഇത്രയേ പറയുന്നുള്ളൂ. നമ്മൾ ഏത് വെക്ടറിൽ നിന്നാണ് ഏത് വെക്ടറിലേക്കാണോ ക്രോസ് ചെയ്യുന്നത്, അതായത് ഏത് വെക്ടറിലേക്കാണ് ക്രോസ് ചെയ്താൽ മിനിമം ആംഗിൾ ഏതിലേക്കാണ് എങ്ങനെയാണ് കിട്ടുന്നത്, നമ്മൾ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ റൈറ്റ് ഹാൻഡ് നമ്മൾ എന്ത് ചെയ്യുക, ഹോൾഡ് ചെയ്ത് വയ്ക്കുക. ഈ ഹോൾഡ് ചെയ്ത് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മുടെ കേളി ഫിംഗേഴ്സ് എന്ത് ചെയ്യണം, ഫസ്റ്റ് വെക്ടറിൽ നിന്ന് സെക്കൻഡ് വെക്ടറിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്ന രീതിയിൽ കേൾ ചെയ്ത് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ തമ്പായിരിക്കും നമ്മുടെ എന്ത് വരുന്ന, തമ്പായിരിക്കും നമ്മുടെ ഡയറക്ഷൻ ഓഫ് ദാറ്റ്സ് വെക്ടർ, അത് രണ്ടിൻ്റെയും ക്രോസ് പ്രൊഡക്റ്റിൻ്റെ വെക്ടറിൻ്റെ ഡയറക്ഷൻ തരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ നോക്കുക. അപ്പം സപ്പോസ് ഞാൻ ബിയിൽ നിന്ന് എയിലേക്കാണ് ഞാൻ റൊട്ടേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബിയിൽ നിന്ന് ബി ടു എയിലേയും, ഇപ്പം ഞാൻ എടുക്കുന്ന എ ക്രോസ് ബി അല്ല. ഓക്കെ, എ ക്രോസ് ബി ആണ് ഞാൻ എടുക്കുന്നത് അല്ലേ. ഫസ്റ്റ് വെക്ടർ എ ആണ്, സെക്കൻഡ് വെക്ടർ ബി ആണ്. അപ്പോൾ ഞാൻ എങ്ങനെ വെക്കണം, ഞാൻ എൻ്റെ കേള് എയിൽ നിന്ന് ബിയിലേക്ക് വെക്കണം. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് വെച്ച് നോക്കുക. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ തമ്പിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും, താഴത്തേക്കായിരിക്കും. അപ്പം ഈ എ ക്രോസ് ബീൻ്റെ ഇവിടുത്തെ ഡയറക്ഷൻ എന്തായിരിക്കും, ഇറ്റ് വിൽ ബി ഡൗൺവേർഡ്സ്. ഓക്കെ, ഇനി അതല്ല ഞാൻ ബി ക്രോസ് എ ആണ് എടുക്കുന്നതെങ്കിലോ, ബി ക്രോസ് എ ആണ് എടുക്കുന്നതെങ്കിൽ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും, പക്ഷേ ഡയറക്ഷൻ എങ്ങനെ വരും, അപ്പ് ഡയറക്ഷൻ വരും അല്ലേ. അപ്പം തന്നെ അവിടെ ഒരു പ്രോപ്പർട്ടി വന്നു. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ആണോ എന്നുള്ളത് നിങ്ങളൊന്ന് ഇപ്പോൾ ആലോചിച്ച് നോക്കുക. ഞാൻ പ്രോപ്പർട്ടി പറയും. ഓക്കെ, അപ്പം ദ ഡയറക്ഷൻ ഈസ് ഗിവൺ ബൈ റൈറ്റ് ഹാൻഡ് റൂൾ. അതിൽ ഞാൻ എങ്ങനെയാണെന്നുള്ളത് നോക്കി പറഞ്ഞിട്ടുണ്ട്, നിങ്ങളത് വായിച്ചു നോക്കുക കേട്ടോ. ഓക്കെ, ഇനി ജിയോമെട്രിക്കലി എന്താണ് ക്രോസ് പ്രൊഡക്റ്റ്? ജിയോമെട്രിക്കലി ക്രോസ് പ്രൊഡക്റ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ഡയറക്ഷൻ എടുക്കുന്നില്ല, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദ പാരലലോഗ്രാം ആണ്. അതായത് വെക്ടർ എയും വെക്ടർ ബിയും ഫോം ചെയ്യുന്ന, ഈ രണ്ട് വെക്ടറുകൾ ഫോം ചെയ്യുന്ന പാരലോഗ്രാം ആക്കി ഞാൻ മാറ്റിയിട്ടുണ്ട്. ഈ പാരലോഗ്രാമിൻ്റെ ഏരിയ ആണ് ആക്ച്വലി എന്ത്, ജിയോമെട്രിക്കലി എ ക്രോസ് ബി. ശ്രദ്ധിക്കുക, എ ക്രോസ് ബീൻ്റെ ജിയോമെട്രിക്കൽ മീനിങ് ഞാൻ മാഗ്നിറ്റ്യൂഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ, ഡയറക്ഷനെ എടുത്തിട്ടില്ല. അപ്പോൾ എ ക്രോസ് ബീൻ്റെ ജിയോമെട്രിക്കൽ മീനിങ് എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദ പാരലോഗ്രാം ആണ്, ജനറേറ്റഡ് ബൈ എ ആൻഡ് ബി. ജനറേറ്റഡ് ബൈ എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ രണ്ട് ഡയറക്ഷൻ അല്ലെങ്കിൽ രണ്ട് സൈഡുകൾ എന്താണ്, ഒന്ന് എയും ഒന്ന് ബിയും ആണെന്നുള്ള മീനിങ്. ഓക്കെ, ഇനി പ്രോപ്പർട്ടീസ്. ഫസ്റ്റ് പ്രോപ്പർട്ടി ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. എ ക്രോസ് ഓഫ് ബി പ്ലസ് സി വെക്ടറാണ്. വെക്ടർ എ ക്രോസ് ബി പ്ലസ് സി ഈക്വൽ ടു വെക്ടർ എ ക്രോസ് വെക്ടർ ബി പ്ലസ് വെക്ടർ എ ക്രോസ് വെക്ടർ സി. ദാറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. ഇനി നേരത്തെ ഞാൻ പറഞ്ഞ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ആണോ എന്നുള്ളത് നമുക്കറിയാം. എ ക്രോസ് ബി ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ ഡയറക്ഷൻ താഴത്തേക്കായിരുന്നു. ബി ക്രോസ് എ ഞാൻ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഡയറക്ഷൻ എങ്ങോട്ടാണ്, മുകളിലേക്കാണ് അല്ലേ. അപ്പം രണ്ടും ഈക്വൽ ആണോ, മാഗ്നിറ്റ്യൂഡ് വൈസ് ഈക്വൽ ആണ്, പക്ഷേ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് പറയാൻ പറ്റില്ല. സോ എ ക്രോസ് ബി ഈക്വൽ ടു മൈനസ് ബി ക്രോസ് എ, കാരണം ഡയറക്ഷൻ ഓപ്പോസിറ്റ് അല്ല. അപ്പം മൈനസ് ബി ക്രോസ് എ, അപ്പോൾ നോട്ട് കമ്മ്യൂട്ടേറ്റീവ് ആണ്. കമ്മ്യൂട്ടേറ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ എ ക്രോസ് ബി ഈക്വൽ ടു എന്തായിരിക്കണം, ബി ക്രോസ് എ ആയിരിക്കണം. ഈ കേസിൽ അതല്ല, ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. ഇനി ഇഫ് ടു വെക്ടേഴ്സ് ആർ പാരലൽ, രണ്ട് വെക്ടറുകൾ പാരലൽ ആണെങ്കിലും അതിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് എന്തായിരിക്കും, ഇറ്റ് വിൽ ബി 0 അല്ലേ. കാരണം അവിടെ സൈൻ തീറ്റ 0 വരും, അപ്പോൾ സൈൻ 0. അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുള്ളൂ, എ എന്ന് പറഞ്ഞ സാധനം ബിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് പാരലോഗ്രാം ഫോം ചെയ്യുമോ, ഏരിയ ജനറേറ്റ് ചെയ്യുമോ, ഇല്ല. അപ്പോൾ ഏരിയ ജനറേറ്റ് ചെയ്യില്ല, അതിൻ്റെ ഏരിയ എന്തായിരിക്കും, 0 ആയിരിക്കും. സോ എ ക്രോസ് എ ഈക്വൽ ടു 0. അതായത് ഇറ്റ്സ് എ വെക്ടർ, 0 വെക്ടർ ആണ് ആക്ച്വലി കേട്ടോ, 0 വെക്ടർ ആണ്. അതായത് എ വെക്ടർ ഹാവിങ് മാഗ്നിറ്റ്യൂഡ് 0, ഡയറക്ഷൻ ഉണ്ടാവും പക്ഷേ മാഗ്നിറ്റ്യൂഡ് എന്താണ്, 0 ആണ്. ഇനി അടുത്തതോ, ഓക്കെ അത്ര മതി. പെർപെൻഡിക്കുലർ ആണെങ്കിൽ കുഴപ്പമില്ല, പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ ചെയ്യാം, പക്ഷേ അവിടെ ഒരു ഡയറക്ഷൻ വരും. അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം ഐ ക്രോസ് ജെ നമ്മൾ ചെയ്തു എന്ന് വിചാരിക്കാം. ഐ ക്രോസ് ജെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും, റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് വെക്ടർ ആയിരിക്കും, അതായത് കെ ആയിരിക്കും എന്നറിയാം അല്ലേ. അപ്പോൾ ആ രീതിയിൽ വരും. അപ്പോൾ അടുത്ത വെക്ടർ ആയിട്ടുള്ള രീതിയിൽ വരും. നമുക്കിവിടെ പാരലിൻ്റെ കാര്യം മാത്രം നമുക്ക് പറഞ്ഞത് തൽക്കാലം എന്ത് ചെയ്യാം, അത് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോമ്പണൻറ്റ് ഫോം ഓഫ് വെക്ടേഴ്സ്. വെക്ടറുകളെ നമ്മൾ സാധാരണ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇപ്പോൾ ഒരു വെക്ടർ എ എടുത്തു കഴിഞ്ഞാൽ ആ വെക്ടറിന് എക്സ് ഡയറക്ഷനിലുള്ള കോമ്പണൻറ്റ് ഇത്ര, വൈ ഡയറക്ഷനിലുള്ള കോമ്പണൻറ്റ് ഇത്ര, സെഡ് ഡയറക്ഷനിലുള്ള കോമ്പണൻറ്റ് ഇത്ര. ഇതെങ്ങനെ കിട്ടിയെന്നുള്ളതാണ് നമ്മൾ ചെറുതായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കാണാമെന്നുള്ളതും നമുക്കതിൽ തന്നെ പറയാം. ഫോർ എക്സാമ്പിൾ ഞാൻ എടുക്കുന്നത് 3 ഡയമെൻഷണൽ സ്പേസ് ആണ്. അപ്പം എൻ്റെ വെക്ടറിന് എത്ര കോമ്പണൻറ്റ് ഉണ്ടായിരിക്കും, 3 കോമ്പണൻറ്റ് ഉണ്ടായിരിക്കും, എക്സ് വൈ സെഡ്. സപ്പോസ് ഇതാണ് എൻ്റെ വെക്ടർ. ഈ വെക്ടറിന് ഞാൻ എന്ത് ചെയ്യണം, കോമ്പണൻ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ
ഈ വെക്ടറിനെ 3 ഡയറക്ഷനിൽ ഞാൻ എന്ത് ചെയ്യണം, റിസോൾവ് ചെയ്യണം. അതായത് എ വെക്ടർ എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് കോമ്പണൻറ്റ്, വൈ കോമ്പണൻറ്റ്, സെഡ് കോമ്പണൻറ്റ് കണ്ടുപിടിക്കണം അല്ലേ. നോക്കി എന്താ ഈ വെക്ടറിന് ഞാൻ എന്ത് ചെയ്തു, ഇതിപ്പം എക്സ് വൈ പ്ലെയിൻ അല്ലേ, അപ്പോൾ എക്സ് വൈ പ്ലെയിനിൽ നിന്ന് ഈ വെക്ടറിലേക്കുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും, സെഡ് ഡയറക്ഷനിലുള്ള അതിൻ്റെ കോമ്പണൻ്റ് ആയിരിക്കില്ലേ. സോ ഇതെന്തായിരിക്കും, എ സെഡ് ആയിരിക്കും അല്ലേ. ഇനി ഇതേതാ ഡയറക്ഷൻ, ഇത് എക്സ് ഡയറക്ഷനാണ്, അപ്പം എക്സ് കോമ്പണൻറ്റ്. വൈ ഡയറക്ഷനാണ്, അപ്പോൾ ഏതാണ്, വൈ കോമ്പണൻറ്റ്. അപ്പം ഈ വെക്ടറിനെ ഞാൻ എന്ത് ചെയ്യൂ, ഈ ഒരു 3 കോമ്പണൻറ്റിലേക്ക് ഞാനെന്ത് റിസോൾവ് ചെയ്തു. അപ്പോൾ റിസോൾവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ടുകളാണ് എ സെഡ് കെ, ദാറ്റ് ഈസ് സെഡ് കോമ്പണൻറ്റ് ഓഫ് വെക്ടർ എ എക്സ് ഐ, എക്സ് കോമ്പണൻറ്റ് ഓഫ് വെക്ടർ എ വൈ ജെ, വൈ കോമ്പണൻറ്റ് ഓഫ് വെക്ടർ ജെ. ഇവിടെ എന്തിനാണ് ഐ ജെ കെ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഡയറക്ഷനിലാണ് ആ വെക്ടറിൻ്റെ കോമ്പണൻറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, അതിനെ ബേസിക് വെക്ടേഴ്സ് ആയിട്ടുള്ള ഐ ജെ കെ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ generally in component form a vector can be represented as vector a equal to axi cap plus ayj cap plus az k cap. ij k ന്റെ പ്രത്യേകത നമുക്ക് അറിയാലോ, യൂണിറ്റ് വെക്ടേഴ്സ് ആണ്, ബേസിക് യൂണിറ്റ് വെക്ടേഴ്സ് എല്ലാം എക്സ് വൈ സെഡ് ഡയറക്ഷൻ ആണ് കേട്ടോ. ഓക്കെ, ഇനി എങ്ങനെ 2 വെക്ടറുകളെ ആഡ് ചെയ്യും, കുറച്ച് റൂളുകളാണ്. എങ്ങനെ 2 വെക്ടറുകളെ ആഡ് ചെയ്യും, 2 വെക്ടറുകളെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ അടുത്തൊരു വെക്ടർ കൂടെ എടുക്കുകയാണ്, വെക്ടർ ബി. അപ്പം ബിക്ക് ഇതേപോലെ എക്സ് വൈ സെഡ് കോമ്പണൻറ്റുകൾ ഉണ്ടായിരിക്കും, ബി എക്സ് ഐ പ്ലസ് ബി വൈ ജെ പ്ലസ് ബി സെഡ് കെ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ 2 വെക്ടറുകളെ ആഡ് ചെയ്യുമ്പോൾ നോക്കുക, 2 വെക്ടറുകളെ ആഡ് ചെയ്യുന്നതാണ് എ പ്ലസ് വെക്ടർ ബി ഈക്വൽ ടു വെക്ടർ എ എഴുതി പ്ലസ് വെക്ടർ ബി എഴുതി. 2 വെക്ടറുകളെ ആഡ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ, ആഡ് ലൈക്ക് കോമ്പണൻസ്. എന്ത് ചെയ്യണം, ലൈക്ക് കോമ്പണൻസുകൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യാനേ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും, ഇവിടെ ഐ ഉണ്ട്, ഇവിടെ ഐ ഉണ്ട്. സോ അതിൻ്റെ ആദ്യത്തെ റിസൾട്ട് എ എക്സ് പ്ലസ് ബി എക്സ് ഇൻറ്റു ഐ ക്യാപ്. അടുത്തത് എ വൈ പ്ലസ് ബി വൈ ഇൻറ്റു ജെ ക്യാപ് പ്ലസ് എ സെഡ് ഇൻറ്റു ബി സെഡ് ഇൻറ്റു കെ ക്യാപ്. അപ്പോൾ 2 വെക്ടറുകൾ ആഡ് ചെയ്യുമ്പം ലൈക്ക് കോമ്പണൻസുകൾ ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ലൈക്ക് കോമ്പണൻസുകളെ ആഡ് ചെയ്താൽ മതി എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തത് ടു മൾട്ടിപ്ലൈ എ വെക്ടർ ബൈ എ സ്കേലാർ. ഒരു വെക്ടറിനെ ഒരു സ്കേലാർ വെച്ച് മൾട്ടിപ്ലൈ ആണെങ്കിൽ എന്ത് ചെയ്യണം, അതിലെ എല്ലാ കോമ്പണൻറ്റും എന്ത് ചെയ്യുക, ആ സ്കേലാർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഫോർ എക്സാമ്പിൾ എ ഇൻറ്റു വെക്ടർ എ ഈക്വൽ ടു എ ഇൻറ്റു എ എക്സ് ഐ പ്ലസ് എ ഇൻറ്റു എ വൈ ജെ പ്ലസ് എ ഇൻറ്റു എ സെഡ് കെ. അതായത് ഒരിക്കലും എന്ത് ചെയ്യരുത്, ഒരു സ്കേലാർ കൊണ്ട് ഒരു വെക്ടറിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം എക്സ് കോമ്പണൻറ്റിനെ മാത്രം അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ബാക്കിയൊന്നും മൾട്ടിപ്ലൈ ചെയ്യാതിരിക്കരുത്. നമ്മൾ എത്ര കോമ്പണൻറ്റ് ഉണ്ട്, അപ്പോൾ 4 ഡയമെൻഷണൽ സ്പേസ് ആണെങ്കിൽ ഒരു കോമ്പണൻറ്റ് കൂടെ വരും. അപ്പം സ്കേലാർ മൾട്ടിപ്ലൈഡ് ബൈ എ വെക്ടർ ആകുമ്പോൾ എല്ലാ കോമ്പണൻറ്റും നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു സ്കേലാർ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ടു കാൽക്കുലേറ്റ് ദ ഡോട്ട് പ്രൊഡക്റ്റ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഡോട്ട് പ്രൊഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, എ ഡോട്ട് ബി ഈക്വൽ ടു എ എക്സ് ഇൻറ്റു ബി എക്സ് പ്ലസ് എ വൈ ഇൻറ്റു ബി വൈ പ്ലസ് എ സെഡ് ഇൻറ്റു ബി സെഡ്. എന്തായിരിക്കും അപ്പോൾ റൂള്, അതായത് ഒരു 2 വെക്ടറുകളുടെ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ലൈക്ക് കോമ്പണൻസ് ആൻഡ് ആഡ്. ഇപ്പം ഇവിടെ ലൈക്ക് കോമ്പണൻസ് എന്ന് പറയുന്നത് എ എക്സ് ഐ ഉണ്ടാവും, അവിടെ എന്തുണ്ടാവും, ബി വെക്ടറിലാവുമ്പം ബി എക്സ് ഐ ഉണ്ടാവും. ലൈക്ക് കോമ്പണൻറ്റുകൾ എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യും. എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ എന്ന് പറയാൻ കാരണം വെച്ചാൽ, ഇപ്പം എ എക്സ് ഐ ഡോട്ട് ബി എക്സ് ഐ നമ്മൾ ആ ഒരു ബ്രാക്കറ്റ് ഇട്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കുറേ ടേമുകളുണ്ട്, ഒരു 9 ടേം കിട്ടും. ഈ 9 ടേമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഐ ഡോട്ട് ഐയും ജെ ഡോട്ട് ജെയും കെ ഡോട്ട് കെയും മാത്രമേ എന്തുള്ളൂ, 1 ഉള്ളൂ. ഇപ്പോൾ എ എക്സ് ഐനെ വെച്ചിട്ട് ഞാൻ ബി എക്സ് ഐനെ മൾട്ടിപ്ലൈ ചെയ്യണം, ബി വൈ ജെനെ മൾട്ടിപ്ലൈ ചെയ്യണം, ബി സെഡ് കെനെ മൾട്ടിപ്ലൈ ചെയ്യണം. പക്ഷേ എ എക്സ് ഐ ഇൻറ്റു ബി എക്സ് ഐ വരുമ്പോഴേ ഐ ഡോട്ട് ഐ വരുന്നുള്ളൂ. ഓക്കെ, എ എക്സ് ഐ ഇൻറ്റു ബി വൈ ജെ ചെയ്യുമ്പം ഐ ഡോട്ട് ജെ വരുന്നത്, രണ്ടും പെർപെൻഡിക്കുലർ ആകുമ്പോൾ ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ വാല്യൂ എന്താ പറഞ്ഞത്, 0 ആണ്. അതുകൊണ്ട് ആ ബാക്കിയുള്ള ടേമുകൾ പോകും. അതേപോലെ സെക്കൻഡ് ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം ജെ കോമ്പണൻസ് മാത്രമേ അവിടെ എന്ത് ചെയ്യുള്ളൂ, നിലനിൽക്കുകയുള്ളൂ, ബാക്കിയുള്ളത് ക്യാൻസൽ ആയി പോകും, അല്ലെങ്കിൽ 0 ആയിട്ട് പോകും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, 2 വെക്ടറുകളുടെ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പം ലൈക്ക് കോമ്പണൻസുകൾ നമ്മൾ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ഓക്കെ, അപ്പം ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് കൂടെ നമുക്ക് നോക്കാം. നോക്കിയേ ഇപ്പം വെക്ടർ ബിക്ക് വരെ ഞാൻ വെക്ടർ എ തന്നെയാണ് എടുക്കുന്നതെങ്കിൽ എ ഡോട്ട് എ, അപ്പോൾ അത് നമ്മൾ ആംഗിൾ 0 ആണ് അല്ലേ. ആംഗിൾ 0 ആയതുകൊണ്ട് നമുക്കറിയാം എ ഡോട്ട് എൻ്റെ വാല്യൂ a² ആണ്. ഇനി എ ഡോട്ട് എ ചെയ്യുമ്പോൾ എന്ത് വരും, എ എക്സ് ഇൻറ്റു ബി എക്സിന് വരും എ എൻ ആയതുകൊണ്ട് എ എക്സ് വരില്ലേ, അപ്പോൾ എ എക്സ് സ്ക്വയർ പ്ലസ് അടുത്തത് എ വൈ സ്ക്വയർ
പ്ലസ് എ സെഡ് സ്ക്വയർ. അപ്പം എ സ്ക്വയർ ഈക്വൽ ടു എന്ത് വന്നു? എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ പ്ലസ് എ സെഡ് സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ എ എന്തായിരിക്കും? എ എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ ആണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ എന്തായിരിക്കും? എ ഈക്വൽ ടു റൂട്ട് ഓഫ് എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ പ്ലസ് എ സെഡ് സ്ക്വയർ. ഇങ്ങനെയാണ് നമ്മൾ ആക്ച്വലി മാഗ്നിറ്റ്യൂഡിൻ്റെ ആ ജനറൽ ഇക്വേഷനിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ ജനറൽ മാഗ്നിറ്റ്യൂഡ് കാണാനുള്ള ഇക്വേഷനിലേക്ക് നമുക്ക് എത്തുന്നത് കേട്ടോ. അപ്പം ഒരു വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? സ്ക്വയർ റൂട്ട് ഓഫ് എ എക്സ് സ്ക്വയർ, എക്സ് കോമണൻ്റെ സ്ക്വയർ പ്ലസ് വൈ കോമണൻ്റെ സ്ക്വയർ എ വൈ സ്ക്വയർ പ്ലസ് സെഡ് കോമണൻ്റെ സ്ക്വയർ, അതിനെന്ത് ചെയ്യുക? സ്ക്വയർ റൂട്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്രോസ് പ്രൊഡക്റ്റ് ആണ്. ടു കാൽക്കുലേറ്റ് ക്രോസ് പ്രൊഡക്റ്റ് എന്ത് ചെയ്യണം? നമുക്കറിയാം ഡിറ്റർമിനൻറ്റ് ഫോം ചെയ്യണം. ഈ ഡിറ്റർമിനൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് ഞാൻ പറയാം. അത് ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് പറയാം. ഓക്കെ, അപ്പം എ ക്രോസ് ബി ഫസ്റ്റ് വെക്റ്റർ ക്രോസ് സെക്കൻഡ് വെക്റ്റർ. ഇതിനെ നമ്മൾ ഇതേപോലെ നമ്മൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ക്രോസ് ചെയ്യുന്ന സമയത്ത് ലൈക്ക് കോമ്പണൻസ് ഐ ക്രോസ് ഐ എന്ന് പറയുന്നത് 0 ആണ്, ജെ ക്രോസ് ജെ എന്ന് പറയുന്നത് 0 ആണ്, കെ ക്രോസ് കെ എന്ന് പറയുന്നത് 0 ആണ്. പിന്നെ ഉള്ളത് ഐ ക്രോസ് ജെ. ഐ ക്രോസ് ജെ എന്ന് പറയുമ്പോൾ കെ ആണ്, കെ ഡയറക്ഷനിലേക്കാണ് വരുന്നത്. ജെ ക്രോസ് ഐ ആവുമ്പം മൈനസ് കെ ഡയറക്ഷൻ വരും. അപ്പം ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെല്ലാത്തിനും നമ്മൾ ഓരോ കോമ്പണൻസ് വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നിങ്ങളത് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് അത് പ്രൂവ് ചെയ്യണം. ഓക്കെ, അത് പ്രൂവ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പം ഓരോ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഇത്തരത്തിലുള്ള കുറേ ടേമുകൾ കിട്ടും. പക്ഷേ ആ കുറേ ടേമുകളിൽ 3 ടേമുകൾ ഐ ഡോട്ട് ഐ, ജെ ഡോട്ട് ജെ, കെ ഡോട്ട് കെ ടേം 0 ആയി പോകും. ബാക്കിയുള്ള ടേമുകൾ നമ്മൾ എന്ത് ചെയ്യുക? ഓരോ ബേസിക് വെക്ടറിൻ്റെ ടേമിൽ നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് അറേഞ്ച് ചെയ്യുക. അങ്ങനെ അറേഞ്ച് ചെയ്ത റിസൾട്ടാണ് ഈ കിട്ടിയിട്ടുള്ളത്. ദാറ്റ് ഈസ് എ വൈ ബി സെഡ്. ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. എന്താ ഈ എ വൈ ജെയും ബി വൈ ജെ എനിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടുള്ളൂ. ബി സെഡ് കെയും. അപ്പോൾ ജെ ക്രോസ് കെ ആണ്. ജെ ക്രോസ് കെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ ക്യാപ്പാണ്, ഐ ഡയറക്ഷനാണ്. ഇനി അതേപോലെ എ സെഡ് കെയും ബി വൈ ജെയും. അപ്പോൾ ഇവിടെ കെ ക്രോസ് ജെ ആണ്. കെ ക്രോസ് ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ഐ ആണ്. അതുകൊണ്ടാണ് ഇവിടെ മൈനസ് ഡയറക്ഷൻ വരാൻ കാരണം. അങ്ങനെ നമ്മൾ ഓരോന്നും നമ്മൾ ചെയ്തതാണ്. അപ്പോൾ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ടാണ് എ വൈ ബി സെഡ് മൈനസ് എ സെഡ് ബി വൈ ഐ ക്യാപ് പ്ലസ് എ സെഡ് ബി എക്സ് മൈനസ് എ എക്സ് ബി സെഡ് ജെ ക്യാപ് പ്ലസ് എ എക്സ് ബി വൈ മൈനസ് എ വൈ ബി എക്സ് ഇൻറ്റു കെ ക്യാപ്. ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഒരു മെട്രിക്സ് അല്ല, ഡിറ്റർമിനൻ്റ് രൂപത്തിൽ എഴുതാം. പക്ഷെ ശ്രദ്ധിക്കണം, ഡിറ്റർമിനൻ്റ് രൂപത്തിൽ എഴുതുന്ന സമയത്ത് ഫസ്റ്റ് റോ എന്തായിരിക്കണം? നമ്മുടെ ബേസിക് വെക്ടറുകളായിരിക്കണം. ദാറ്റ് ഈസ് ഐ ജെ കെ. ഓക്കെ, സെക്കൻഡ് റോ എന്തായിരിക്കണം? അതായത് ഫസ്റ്റ് റോ ബേസിക് വെക്ടർ ആയിരിക്കണം. സെക്കൻഡ് റോ എന്തായിരിക്കണം? നമ്മുടെ ഏതാണോ ഫസ്റ്റ് വെക്ടർ എടുക്കുന്നത് ആ ഫസ്റ്റ് വെക്ടറിൻ്റെ എക്സ് വൈ കോമ്പണൻസുകളായിരിക്കണം. തേർഡ് റോ എന്തായിരിക്കണം? സെക്കൻഡ് വെക്ടറിൻ്റെ എക്സ് വൈ സെഡ് കോമ്പണൻറ്റുകളായിരിക്കണം. അപ്പം അതാണ് ഈ ഒരു കാണിച്ചിട്ടുള്ളത്. അപ്പം എ ക്രോസ് ബി കാണണമെങ്കിൽ, സിമ്പിളായിട്ട് കാണണമെങ്കിൽ ഇങ്ങനെയൊന്നും ബുദ്ധിമുട്ടില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഡിറ്റർമിനൻ്റ് എടുത്തിട്ട് നിങ്ങൾ ചെയ്താൽ മതി. അതിൽ ഫസ്റ്റ് റോ എന്ന് പറയുന്നത് ബേസിക് വെക്ടർ ആയിരിക്കണം. സെക്കൻഡ് റോ എന്ന് പറയുന്നത് ഫസ്റ്റ് വെക്ടറുകളുടെ കോമ്പണൻറ്റുകളായിരിക്കണം. തേർഡ് റോ എന്ന് പറയുന്നത് എന്തായിരിക്കണം? സെക്കൻഡ് വെക്ടറുടെ കോമ്പണൻ്റ് ആയിരിക്കണം എന്ന് മാത്രം. ഓക്കെ, നെക്സ്റ്റ് ട്രിപ്പിൾ പ്രൊഡക്റ്റ്. ഇന്നത്തെ ക്ലാസ്സിൻ്റെ ലാസ്റ്റ് സെക്ഷനാണ് ട്രിപ്പിൾ പ്രൊഡക്റ്റ്. നമുക്കറിയാം എ ഡോട്ട് ബി എന്ന് പറയുന്നത് ഒരു സ്കെയിലാറാണ്. എ ക്രോസ് ബിയോ വെക്ടറാണ്. അപ്പോൾ വെക്ടർ ഓപ്പറേഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ 2 വെക്ടറുകൾ എന്തായാലും വേണം. എ ഡോട്ട് ബിൻ്റെ മുകളിൽ ഇനി ഒരു വെക്ടറിൻ്റെ മുകളിൽ വെക്ടർ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം അത് സ്കെയിലറായി മാറി. പിന്നെ ആകെ ഉള്ളതെന്ന് വെച്ചാൽ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ സ്കെയിലർ വിത്ത് എ വെക്ടർ മാത്രമേ നമുക്ക് പോസിബിൾ ഉള്ളൂ. അതല്ലാതെ എ ക്രോസ് ബി വെക്ടർ ആയതുകൊണ്ട് ഈ എ ക്രോസ് ബിൻ്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും ഒരു വെക്ടർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒന്നെങ്കിൽ ഡോട്ട് ചെയ്യാം, അല്ലെങ്കിൽ ക്രോസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ഓഫ് എ ക്രോസ് ബി, അല്ലെങ്കിൽ എ ക്രോസ് ബി ഒരു വെക്ടർ ആയതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ട്രിപ്പിൾ പ്രൊഡക്ട്സുകൾ നമുക്ക് ഫോം ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ റീസൺ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. സിൻസ് ദ ക്രോസ് പ്രൊഡക്റ്റ് ഓഫ് 2 വെക്ടേഴ്സ് ഇറ്റ് സെൽഫ് ഈസ് എ വെക്ടർ, ഇറ്റ് ക്യാൻ ബി ഡോട്ടഡ് ഓർ ക്രോസ്ഡ് വിത്ത് എ തേർഡ് വെക്ടർ ടു ഫോം ട്രിപ്പിൾ പ്രൊഡക്റ്റ്. അപ്പോൾ എന്തുകൊണ്ടാണ് ട്രിപ്പിൾ പ്രൊഡക്റ്റ് വരാൻ കാരണം? എ ക്രോസ് ബി ഒരു വെക്ടർ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? മറ്റൊരു വെക്ടറിനെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് ഡോട്ട് ചെയ്യാം, അല്ലെങ്കിൽ ക്രോസ് ചെയ്യാം. അതുകൊണ്ടാണ് ട്രിപ്പിൾ പ്രൊഡക്റ്റുകൾ ഫോം ചെയ്യുന്നത്. നമുക്ക് 2 തരത്തിലുള്ള ട്രിപ്പിൾ പ്രൊഡക്റ്റുകളാണുള്ളത്. സ്കേലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റും വെക്ടർ ട്രിപ്പിൾ പ്രൊഡക്റ്റും. സ്കേലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് ഡിഫൈൻ ചെയ്യുന്നത് എ ഡോട്ട് ബി ക്രോസ് സി, എ ഡോട്ട് ഓഫ് ബി ക്രോസ് സി എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്കേലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് നമ്മൾ നൊട്ടേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ബേസിക് അല്ലെങ്കിൽ ജിയോമെട്രിക്കൽ ആയിട്ടുള്ള മീനിങ് എന്ന് പറയുന്നത് എന്താണ്? ജിയോമെട്രിക്കൽ മീനിങ് ഓഫ് സ്കേലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ വോളിയം ഓഫ് പാരലലോപിപ്പഡ് generated by vector A, vector B and vector C ആണ്.
ഓക്കെ, അതായത് ഇപ്പം ഇതാണ് ഞാൻ എടുക്കുന്ന പാരലോപിപ്പിഡ്, അല്ലെങ്കിൽ എ, വെക്ടർ ബി, വെക്ടർ സി എന്ന് വിചാരിക്കാം. അപ്പം ഈ വെക്ടർ എയും വെക്ടർ ബിയും വെക്ടർ സിയും ഫോം ചെയ്യുന്ന പാരലോപിപ്പിഡാണ് ഞാൻ ഈ കാണിച്ചിട്ടുള്ളത്. ഇതിൻ്റെ വോളിയമാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, നമുക്ക് ഈ സ്കേലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇവിടെ നോക്കുക എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഇതിൻ്റെ ബേസ് ഏതാ, ബി സി വെക്ടർ ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പം ഏരിയ കിട്ടാൻ എന്ത് ചെയ്താൽ മതി, മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ക്രോസ് സി ചെയ്താൽ പോരെ, ജിയോമെട്രിക്കൽ മീനിങ് ഓഫ് ക്രോസ് പ്രൊഡക്റ്റ് അല്ലേ. അപ്പോൾ ബി ക്രോസ് കിട്ടി, ഏരിയ കിട്ടി. ഇനി നമുക്ക് ഹൈറ്റും കൂടെ കിട്ടിയാൽ പോരെ. ഹൈറ്റിൽ ഇവിടെ ഒരു ചെറിയൊരു കർവ് ഉള്ളതുകൊണ്ട് ഹൈറ്റ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഡയറക്ഷനിലുള്ള ഹൈറ്റ് കിട്ടണം അല്ലേ. ഇത് എ അല്ലേ, ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഇതെന്തായിരിക്കും, എ കോസ് തീറ്റ അല്ലേ. അപ്പോൾ അതിൻ്റെ ആൾട്ടിറ്റ്യൂഡ് എ കോസ് തീറ്റയാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, വെക്ടർ എയും വെക്ടർ ബിയും വെക്ടർ സി എന്നുള്ളൊരു സ്കേലാർ ട്രിപ്പിൾ പ്രോഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, it will be a volume of a parallelepiped generated by vector A, vector B and vector C. ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, since modulus of B cross C is the area of the base and modulus of A cos theta is the altitude. ഓക്കെ, ഇനി എങ്ങനെയാണ് സ്കേലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ്. ഡിറ്റർമിനൻറ്റ് ചെയ്താൽ മതി. ഡിറ്റർമിനൻറ്റ് ചെയ്യുമ്പം ശ്രദ്ധിക്കുക, എ ഡോട്ട് ബി ക്രോസ് സി ഈക്വൽ ടു ഫസ്റ്റ് റോ വെക്ടർ എൻ്റെ കോമ്പണൻസ് വെച്ച് ഫില്ല് ചെയ്യുക, സെക്കൻഡ് റോ സെക്കൻഡ് വെക്ടറിൻ്റെ കോമ്പണൻസ് വെച്ച് ഫില്ല് ചെയ്യുക, തേർഡ് റോ ഇതിൻ്റെ എന്ത് ചെയ്യുക, തേർഡ് വെക്ടറിൻ്റെ കോമ്പണൻസ് വെച്ച് ഫില്ല് ചെയ്യുക. ആൻഡ് സ്കേലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് എന്ന് പേര് വരാനുള്ള കാരണം ഇവിടെ എ ഡോട്ട് ഓഫ് ബി ക്രോസ് ചെയ്യുക, ഇതൊരു വെക്ടറാണ്, ആ വെക്ടർ നമ്മൾ വീണ്ടും ഡോട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, സ്കേലാറിൽ കിട്ടുക. അതുകൊണ്ടാണ് അതിനെ സ്കേലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. സ്കേലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇതിനെന്ത് ചെയ്യുക, സൈക്ലിക് ആയിട്ട് നമുക്ക് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്ന വാല്യൂ സെയിം ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എ ഡോട്ട് ബി ക്രോസ് സി ഞാൻ ഇതിനെ സൈക്ലിക് ആയിട്ട് ഞാൻ കൊടുക്കുകയാണ്. അടുത്തത് ബി ഡോട്ട് സി ക്രോസ് എ ചെയ്ത് കഴിഞ്ഞാലും ഇതിനൊന്നും കൂടെ സൈക്ലിക് ആക്കി സി ഡോട്ട് എ ക്രോസ് ബി ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതിന് കാരണം ഈ ഒരു സ്കേലാർ എന്നുള്ള വാല്യൂ കിട്ടുന്നതുകൊണ്ടാണ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇപ്പോൾ സപ്പോസ് ഞാൻ റിവേഴ്സ് ചെയ്തു, എ ഡോട്ട് ബി ക്രോസ് സിക്ക് പകരം എ ഡോട്ട് സി ക്രോസ് എ ആണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ ഈ വെക്ടർ എന്തായി, നെഗറ്റീവ് വെക്ടറായി. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും, മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും, പക്ഷേ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അല്ല, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് തന്നെ എന്ത് ചെയ്യും, അത് റിവേഴ്സ് ചെയ്യും. അതായത് നെഗറ്റീവ് ആയിട്ടുള്ള വാല്യൂ അവിടെ വരും കേട്ടോ. കാരണം ഈ ബി ക്രോസ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് എന്താവും, നെഗറ്റീവ് മാഗ്നിറ്റ്യൂഡ് ആവും. അതിന് കാരണം സെക്കൻഡ് വെക്ടർ എന്താവുന്നതാണ്, നെഗറ്റീവ് വെക്ടറായി മാറുന്നതുകൊണ്ടാണ് കേട്ടോ. ഇനി ഡോട്ട് ആൻഡ് ക്രോസ് ക്യാൻ ബി ഇൻ്റർചേഞ്ച്ഡ്, അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം ഇതല്ല, ഇത് ഡോട്ട് പ്രൊഡക്റ്റും ക്രോസ് പ്രൊഡക്റ്റും എന്ത് ചെയ്യാം, ഇൻ്റർചേഞ്ച് ചെയ്യാം. പക്ഷേ ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആ ബ്രാക്കറ്റ് പാരാന്തസിസ് എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കണം. സോ എ ഡോട്ട് ബി ക്രോസ് സി ഈക്വൽ ടു എ ക്രോസ് ബി ഇൻറ്റു സി ആണ്, അല്ലാതെ എ ഡോട്ട് ബി ഇൻറ്റു ബി ക്രോസ് സി എന്ന് എഴുതരുത്, അല്ലെങ്കിൽ ബി ഡോട്ട് സി എന്ന് എഴുതരുത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ബ്രാക്കറ്റ് മാറ്റുന്നതനുസരിച്ച് അതിൻ്റെ മീനിങ് മാറിപ്പോകും. ഫോർ എക്സാമ്പിൾ ഞാനിപ്പം ഇവിടെ മാറ്റിന്ന് വെച്ചോ, ഇവിടെ എ ഡോട്ട് ബി ക്രോസ് സി എന്ന് എഴുതി, എ ഡോട്ട് ബി ക്രോസ് സി എന്ന് എഴുതി കഴിഞ്ഞാൽ എ ഡോട്ട് ബി എന്താണ്, സ്കേലാറാണ്. ക്രോസ് സി എന്ന് കഴിഞ്ഞാൽ എനിക്ക് മീനിങ് ഉണ്ടോ, ഇല്ല, അങ്ങനെ ഒരു മീനിങ് ഇല്ല. അതുകൊണ്ട് ശ്രദ്ധിക്കണം, ബ്രാക്കറ്റുകൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ എ ഡോട്ട് ബി ക്രോസ് സി നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, എ ക്രോസ് ബി ഡോട്ട് സി എന്ന് എഴുതാം, അല്ലാതെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എ ഡോട്ട് ബി ഇൻറ്റു ക്രോസ് സി എന്ന് ഒരിക്കലും എഴുതാൻ പാടില്ല. ഓക്കെ, നെക്സ്റ്റ് വെക്ടർ ട്രിപ്പിൾ പ്രൊഡക്റ്റ്. വെക്ടർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ എ ക്രോസ് ബി ക്രോസ് സി. വെക്ടർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് നമ്മൾ കാണാൻ വേണ്ടി നമ്മൾ ചെറിയ റൂൾ പറയും, ബാക്ക് മൈനസ് ക്യാപ് റൂൾ എന്ന് പറയും. അതായത് എ ക്രോസ് ബി ക്രോസ് സി ഈക്വൽ ടു, നോക്കുക ഇവിടെ ഡോട്ടൊക്കെ അവിടെ കട്ടെ, ബാക്ക് ബി എ സി അല്ലേ, ബാക്ക് മൈനസ് സി എ ബി ക്യാപ്. അപ്പം ഈ ഒരു ഓർഡർ നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെക്ടർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് കാണാൻ പറഞ്ഞാൽ എളുപ്പമാണ്. അപ്പോൾ ഇതിൻ്റെ ഫോർമുല നോക്കണം, എ ക്രോസ് ബി ക്രോസ് സി ഈക്വൽ ടു ബി ഇൻറ്റു എ ഡോട്ട് സി മൈനസ് സി ഇൻറ്റു എ ഡോട്ട് ബി. കാരണം ഇതൊരു വെക്ടർ അല്ലേ തരുന്നത്. അപ്പം എ ഡോട്ട് സി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാഗ്നിറ്റ്യൂഡ് കിട്ടി, എ ഡോട്ട് ബി ചെയ്ത് കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് കിട്ടി. അത്രയും ടൈംസ് സി അത്രയും ടൈംസ് ബി എന്നുള്ള മീനിങ്ങാണ്. നമ്മളെ മൾട്ടിപ്ലിക്കേഷൻ വിത്ത് എ സ്കേലാർ എന്നുള്ള രീതിയിലായിട്ടു. അപ്പം നമുക്ക് കിട്ടുന്ന റിസൾട്ടൻ്റ് തന്നെയാണ്, ഒരു വെക്ടർ തന്നെയാണ്. അപ്പം എ ക്രോസ് ബി ക്രോസ് സി ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഓർ എന്താ പറയുക, എക്സ്പ്രസ്ഡ് ആസ് ബി ഇൻറ്റു എ ഡോട്ട് സി മൈനസ് സി ഇൻറ്റു എ ഡോട്ട് ബി. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, എ ക്രോസ് ബി ക്രോസ് സി എന്ന് പറയുന്നത് എന്താണ്, മൈനസ് ഓഫ് സി ക്രോസ് എ ക്രോസ് ബി ആണ്.
കമ്മ്യൂട്ടേറ്റീവ് അല്ല എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം വെക്ടർ ആയതുകൊണ്ട് ഏതൊരു വെക്ടറും ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ ഡയറക്ഷനിൽ എന്തുണ്ടാവും, അതിനായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ടാവും. അതുകൊണ്ടാണത് നെഗറ്റീവായിട്ട് മാറിയത് കേട്ടോ.